നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. സംഘത്തിലെ 4 പേർ പോലീസ് പിടിയിലായ സാഹചര്യത്തിൽ പിടികിട്ടാനുള്ള 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം ഇവർ കോടതിയിൽ നേരിട്ട് കീഴടങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. അവസാനം പിടിയിലായ മണികണ്ഠനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സംഭവത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. നടിയെ ആക്രമിച്ച 6 അംഗ സംഘത്തിലെ 4 പേരും പിടിയിലായതോടെ അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാന പ്രതിയായ പൾസർ സുനിയും വിജേഷും ഉടൻ പിടിയിലാകുമെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇന്നലെ പിടിയിലായ മണികണ്ഠനെ കൊച്ചിയിലെത്തിച്ച പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നടിയെ ആക്രമിച്ചിട്ടില്ലെന്നും സുനി പണം നൽകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒപ്പം പോയതെന്നും മണികണ്ഠൻ മൊഴി നൽകിയതായാണ് സൂചന. കോയമ്പത്തൂർ വരെ ഒരുമിച്ച് സഞ്ചരിച്ച ഇവർ അവിടെ വെച്ച് പല വഴിക്ക് പിരിഞ്ഞുവെന്നും സൂചനയുണ്ട്. ഇതിനിടെ കുറ്റകൃത്യം നടന്ന XUV 500 വാഹനം ഫോറൻസിക് വിഭാഗം പരിശോധിച്ചു. നടിയുടെയും പ്രതികളുടെയും വിരലടയാളവും മുടിയും ഫോറൻസിക് വിഭാഗം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വിശദമായ പരിശോധനയ്ക്കും അയച്ചു. അതേസമയം പ്രതികളായ പൾസർ സുനിയും വിജേഷും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മാർച്ച് 3 മാറ്റിവെച്ചു. സർക്കാരിന്റെ വിശദീകരണവും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് സിനിമാക്കാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രതികളിൽ പലരെയും സിനിമാ രംഗത്തുള്ളവർ ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി. റിയൽ എസ്റ്റേറ്റ് മാഫിയകളും മയക്കുമരുന്ന് സംഘങ്ങളും വരെ മലയാള സിനിമാ രംഗത്തുണ്ടെന്ന വിമർശവുമായി KB ഗണേഷ് കുമാർ MLA. എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ക്രിമിനലുകൾ സിനിമയിലും കടന്നുകൂടിയിട്ടുണ്ടെന്ന് മന്ത്രി AK ബാലനും പറഞ്ഞു. ഉചിതമായാണ് പോലീസ് പ്രവർത്തിച്ചതെന്നായിരുന്നു DGPയുടെ വിശദീകരണം. മലയാള സിനിമയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുടെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ KB ഗണേഷ് കുമാർ ഇത്തരം തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും പറഞ്ഞു. ഗണേഷ് കുമാറിന് സിനിമയെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. ഞാൻ സിനിമയുടെ മന്ത്രിയുമായിരുന്നു. കമലിനെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിലുള്ളവരെക്കുറിച്ചും സിനിമാക്കാരെക്കുറിച്ചും സിനിമയുടെ രീതികളെക്കുറിച്ചും എനിക്കറിയാം. എല്ലാ മേഖലകളിലും പോലെ ക്രിമിനലുകൾ മലയാള സിനിമയിലും കടന്നുകൂടിയിട്ടുണ്ടെന്ന് മന്ത്രി AK ബാലനും പ്രതികരിച്ചു. അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളും ഉള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അത് പരിപൂർണമായും ഇല്ലാതാക്കും അവരുടെ തന്നെ സഹായത്തോടു കൂടി. കേസിൽ അന്വേഷണം വൈകിട്ടില്ലെന്ന് പറഞ്ഞ DGP ലോക്നാഥ് ബെഹ്റ പോലീസ് ഉചിതമായാണ് പ്രവർത്തിച്ചതെന്ന് വിശദീകരിച്ചു. സംഭവത്തിലെ ദുരൂഹത നീക്കി ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം സംഭവങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നടപടികൾ ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. അതിനിടെ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ബിനീഷ് കോടിയേരിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 3 മണിക്കൂർ പീഡിപ്പിക്കപ്പെടുന്നത് നിസ്സാരമായിട്ട് കോടിയേരി ബാലകൃഷ്ണന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകനിൽ പ്രതിയാണെന്നാണ് എനിക്ക് ഈ ഭൂലോകം മുഴുവൻ കാണുന്ന ചാനലിലും ഒരു പറയാനുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1. വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകൻ ഡോക്ടർ ബിജു. അദ്ദേഹം പത്തനംതിട്ട ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് സജി നന്ദ്യാട്ട്, അദ്ദേഹം കോട്ടയത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. മറ്റതിഥികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സജി നന്ദ്യാട്ട്, പ്രശസ്തിയായ ഒരു നടിക്ക് നേരിട്ട ദുരനുഭവം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്നുള്ള രീതിയിൽ കേരളം ചർച്ച ചെയ്തു. ഇപ്പോൾ അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ സിനിമാ മേഖലയിൽ തന്നെയുള്ള മന്ത്രിയായ KB ഗണേഷ് കുമാർ MLAയുടെ പ്രതികരണം ഒരുപക്ഷെ താങ്കൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ വാഴുകയാണ് സിനിമ മേഖലയിൽ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ നടിക്ക് നേരെയുള്ള ആക്രമം, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പൊതുസമൂഹം ഒരുപക്ഷെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. എന്താണ് ഇത്തരം രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടോ ഇപ്പോൾ സിനിമയുടെ പിന്നണിക്കകത്ത്? അത് ഇപ്പോൾ ഈ സംഭവം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അപലപിക്കുന്നു, കേരളം വേദനിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇന്ന് സിനിമയിൽ ഈ പറഞ്ഞ മാഫിയ അല്ലെങ്കിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ, ഗുണ്ടായിസം ഉണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റുകയില്ല. കാരണം ഇതൊക്കെ ഒരുതരം കേട്ടുകേൾവി ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കൃത്യമായ തെളിവുകൾ ഒരു കാര്യം, കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി മാത്രമല്ല, മുൻ സിനിമാ മന്ത്രി കൂടിയാണ്. അദ്ദേഹം വെറുതെ കാര്യങ്ങൾ പറയും എന്ന് എങ്ങനെ കരുതാൻ കഴിയും? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ള ആരെങ്കിലും സിനിമ പിടിച്ചാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആകുമോ? റിയൽ എസ്റ്റേറ്റ് പല നമുക്കെല്ലാവർക്കും ഇഷ്ടമനുസരിച്ചുള്ള ബിസിനസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എക്കണോമിക് ഫ്രീഡം നമുക്കുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു സിനിമ പിടിച്ചാൽ
അതെങ്ങനെയാണ് മോശപ്പെട്ട പ്രവൃത്തിയാകുക? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ടല്ലേ ബിസിനസ്. അപ്പോൾ KB ഗണേഷ് കുമാർ ഒരാളുടെ പേര് പറയട്ടെ. ഇപ്പോൾ മലയാള സിനിമയിലുള്ള മുഴുവൻ നിർമ്മാതാക്കളെ എനിക്കറിയാം വ്യക്തിപരമായിട്ട്. ഞാൻ അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരാളും മാഫിയ ആണെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഇതിൽ പഴയ കാലത്തെ കാര്യങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ചെറു പുകമറ പറയുന്നതായിരിക്കാം. ഞാൻ ചോദിക്കുന്നു, KB ഗണേഷ് കുമാർ ഒരാളുടെ പേര് പറയട്ടെ. എൻ്റെ അറിവിൽ ഇപ്പോൾ നിലവിൽ പ്രൊഡ്യൂസർമാരെല്ലാം സാധാരണക്കാരാണ്. ഈ പറഞ്ഞ പോലെ മാഫിയ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു സിനിമ എന്ന് പറഞ്ഞ എന്തോ നിഗൂഢതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായി മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും അതിനോട് യോജിപ്പില്ല. ഇനി അദ്ദേഹം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇനി ആരുടെയും പേര് അദ്ദേഹം പറയട്ടെ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. റിയൽ എസ്റ്റേറ്റ് ഉള്ള എത്രയോ പേര്, ബിസിനസ് ഉള്ള എത്രയോ പേര് സിനിമ നിർമ്മിക്കുന്നു. സിനിമ നിർമ്മിക്കണമെങ്കിൽ പണം വേണം. പണം എങ്ങനെ ഉണ്ടാകുന്നു? ബിസിനസ് ചെയ്ത്. അത് പലതരം ബിസിനസ്സുകളാവാം. അപ്പൊ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഈ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശ്രീ സജി നന്ദ്യാട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള പൾസർ സുനി അടക്കമുള്ള ആളുകൾ മുൻപ് നിരവധി തവണ കേസുകളിൽ പ്രതിയാണ്. ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട ആളുകളാണ്. 5 വർഷം മുമ്പ് തന്നെ നിങ്ങളുടെ സംഘടനയിൽ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ തന്നെ പരാതി കൊടുത്ത ഒരു വ്യക്തി ഇപ്പോഴും ഈ സംഭവം നടക്കുന്നതുവരെയും നിർലോഭമായി ഈ സിനിമാ പിന്നണി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അതിനകത്തുള്ള മറുപടി, സിനിമാ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം പിന്നീട് ഇദ്ദേഹം പൾസർ സുനി ആരുടെ ഡ്രൈവറായിരുന്നു? മുകേഷിന്റെ ആയിരുന്നു. അപ്പൊ മുകേഷ് പേഴ്സണലായി വെച്ച ഡ്രൈവറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നടി അവർ പേഴ്സണൽ വെച്ച ഡ്രൈവറാണ്. അതൊരിക്കലും ഫെഫ്കയ്ക്കോ മാക്ടയ്ക്കോ അല്ലെങ്കിൽ സിനിമാ സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല. അത് പേഴ്സണൽ അഫയർ അവരുടെ. അവർ വ്യക്തിപരമായി വെച്ച ഡ്രൈവർ ആരായിരിക്കണം തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഡ്രൈവർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു വിശ്വാസമാണ്, അല്ലേ? KSRTC ബസ്സിൽ നമ്മൾ കയറുന്നത് ആരെ വിശ്വസിച്ചാണ്? ഡ്രൈവറെ വിശ്വസിച്ചാണ്. നമ്മൾ ടാക്സിയിൽ കയറുന്ന ആരെ വിശ്വസിച്ചാണ്? ഡ്രൈവറെ വിശ്വസിച്ചാണ്. നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറുന്ന ആരെ വിശ്വസിച്ചാണ്? ഡ്രൈവറെ വിശ്വസിച്ചാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡ്രൈവർ എന്ന് പറയുന്നത് ആരാണ്? ഒരു പരിധി വരെ നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കും. അപ്പോൾ ആ ഡ്രൈവർ ചതിച്ചാൽ എന്ത് ചെയ്യും? ഇത് ഒറ്റപ്പെട്ട സംഭവം തന്നെ. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ നമുക്കത് നാണക്കേടാണ്. ഈ സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ്. വിദ്യാഭ്യാസത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന് അപമാനകരമാണ്. പരിഷ്കൃത സമൂഹം, കേരളം പരിഷ്കൃത സമൂഹമാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനേക്കാൾ ഞങ്ങളെന്തോ മുമ്പന്മാരാന്ന് പറയുന്ന നമ്മുടെ മുമ്പിൽ, ഇന്ത്യയിലെ മറ്റ് ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മലയാളികൾ അവഗണിക്കപ്പെടുകയും എന്നൊരു അവസ്ഥ ഈ സംഭവം കൊണ്ടുണ്ടായില്ലേ? ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ ശ്രദ്ധയും ഇവിടേക്ക് വന്നില്ലേ? ഇത് വളരെ മോശമായി പോയി. ഒരു നടി എന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഇത്തരം അക്രമങ്ങളെ കേരളം ഒന്നടങ്കം അപലപിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിഗൂഢതയുണ്ടോ? അത് വെളിയിൽ കൊണ്ടുവരട്ടെ. ഞാൻ രണ്ട് സാധ്യതകളെ കുറിച്ച് ഇതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഒന്ന്, പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ഏതെങ്കിലും തരത്തിൽ തനിക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ പൾസർ സുനി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ നടിയുടെ മൊഴിയിലുണ്ട്. ഞാൻ വാഹനത്തിൽ കയറിയപ്പോൾ ഇതെന്താണ് കൊട്ടേഷനാന്ന് പറഞ്ഞു. എങ്കിൽ ആ കൊട്ടേഷൻ ആര് നൽകി എന്ന് അന്വേഷിക്കണം. കേരളത്തിലെ പോലീസ് മിടുക്കരാണ്. ഇതുവരെ സിനിമാ സംഘടനകൾക്കൊന്നും തന്നെ കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു കംപ്ലൈന്റും ഞങ്ങൾക്കില്ല. കാരണം പോലീസ് ശക്തമായി തന്നെ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ 5-ാം തീയതി 3-ാം തീയതി വരെ ഹൈക്കോടതിയിലെ ഇതിന്റെ മുൻകൂർ ജാമ്യം മാറ്റിവെച്ച സാഹചര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പിടികിട്ടാനുള്ള 2 പ്രതികളും ഏതെങ്കിലും കോടതിയിൽ വന്ന് കീഴടങ്ങുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ തത്ത പറയുന്ന പോലെ പറയിക്കാൻ വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് വരാം. ഡോക്ടർ ബിജു, ഏതായാലും പൊതുസമൂഹം, നമ്മുടെ രാജ്യം ഒന്നടങ്കം വിമർശിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളീയരായ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായി. താങ്കളുടെ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് ആ രീതിയിൽ തന്നെ പ്രശസ്തമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴത്തെ സിനിമകൾ പരിശോധിച്ചാൽ ഇത്തരം സംഭവങ്ങൾക്ക്, അതായത് ഭാഷയുടെ കാര്യത്തിലായാലും സംഭാഷണങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഇന്നത്തെ മലയാള സിനിമകൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സിനിമകളിലൂടെ ലഭിക്കുന്നു നമ്മുടെ സമൂഹത്തിന് എന്ന ഒരു വിമർശനമുണ്ടായാൽ അത് പറയുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായെന്ന് പറയാൻ അതിനൊരു കുറ്റമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമ്മുടെ സമകാലികമായ മലയാള സിനിമകൾ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പലതും വളരെയേറെ ജനപ്രിയമായി തന്നെ വളരെയേറെ വിജയിക്കുന്ന സിനിമകൾ വളരെ സ്ത്രീവിരുദ്ധമാണ്, വളരെ സാമൂഹിക വിരുദ്ധമാണ്, വളരെ വംശീയ വിരുദ്ധമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരം സിനിമകളുടെ ഒരു ഇമ്പാക്റ്റ് അതുകൊണ്ട് തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതുകൊണ്ട് തന്നെയല്ല. പക്ഷേ അതിനും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക്
നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പങ്കിനെ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റാവുന്നൊരു കാര്യമാണ്. അത്തരം സിനിമകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകാവുന്നതാണ്. അത്തരം ജാഗ്രത ഉണ്ടായാൽ ഇത്തരത്തിലുള്ള വളരെ കടുത്ത സ്ത്രീവിരുദ്ധവും വംശീയവിരുദ്ധവുമായ ആ പരാമർശങ്ങളൊക്കെ അത്തരം സിനിമകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വളരെ സാമൂഹ്യപരമായ ഒരു സാംസ്കാരികതയ്ക്കൊക്കെ അതിന് ആക്കം കൂട്ടും. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഒക്കെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാവരും അത്തരത്തിൽ തങ്ങളുടെ ഇനിയുള്ള സിനിമകളിലെങ്കിലും അത്തരത്തിലൊരു ജാഗ്രത ഉണ്ടാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഡോക്ടർ ബിജു, എന്തായാലും താങ്കളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ഇതിപ്പോൾ കെ ബി ഗണേഷ് കുമാർ അടക്കം പറഞ്ഞ, സിനിമാ മന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് താങ്കളുടെ കാര്യത്തിലുള്ള മറുപടി? മറ്റെല്ലാ മേഖലകളിലും കടന്നുകൂടിയതുപോലെ ചില ക്രിമിനലുകൾ ഈ സിനിമാ മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. താങ്കളുടെ നിലപാട് എന്താണ് ആ കാര്യത്തിൽ? തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ എടുത്താൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിമിനലൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് പ്രൊഫഷൻ, അതല്ലെങ്കിൽ രണ്ട് ഇടങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷേ സിനിമയും രാഷ്ട്രീയവുമായിരിക്കും. ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ, ഏറ്റവും കൂടുതൽ അഴിമതികൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, ഒരുപക്ഷെ കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതൊക്കെ ഈ രണ്ട് ഏരിയകളിലും വളരെ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. രണ്ടിടത്തും നല്ല രാഷ്ട്രീയക്കാരുണ്ട്, നല്ല സിനിമക്കാരുമുണ്ട്. രണ്ടിടത്തും വളരെ ജെന്യൂനായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള ചില ക്രിമിനലൈസേഷനുകൾ നടക്കുന്നു. പല രീതിയിലുമുള്ള ക്രിമിനലുകൾ കടന്നുകൂടുന്നുണ്ട്. പലതരത്തിലുമുള്ള കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ നടക്കുന്നുണ്ട്, അഴിമതിയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതാത് രംഗത്തുള്ളവർ തന്നെ അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന നടപടികളിലേക്ക് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഏകപക്ഷീയമായി ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് നിഷേധിച്ച് തള്ളിക്കളയുകയല്ല വേണ്ടത്. മറിച്ച് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും അത്തരത്തിൽ ഉള്ള നിലപാടുകൾ ആവർത്തിക്കാതിരിക്കാനും അത്തരക്കാരെ ഒഴിച്ചു നിർത്തുവാനും സിനിമാ നിർമ്മാണ രംഗം കുറച്ചുകൂടി സുതാര്യമായും കുറച്ചുകൂടി സംശുദ്ധമായും ഒക്കെ മാറ്റുവാനുമുള്ള ഒരു അതിനൊക്കെയുള്ളൊരു പ്രതിബദ്ധത ഞാൻ ഉൾപ്പെടെ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുണ്ട്. ശ്രീ സജി നന്ദ്യാട്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് തന്നെയാണ് ഇന്നിറങ്ങുന്ന മലയാള സിനിമകളെ എങ്ങനെയെന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇന്നിപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. കൊച്ചി കേന്ദ്രീകരിച്ചിറങ്ങുന്ന സിനിമകൾ, കൊച്ചിയിലെ മാഫിയകളും ഗുണ്ടാതലവന്മാരും ഒക്കെയാണ് സിനിമയിലെ കഥാപാത്രങ്ങളായി വരുന്നത്. സൂപ്പർ താരങ്ങൾ അവരുടെ വേഷങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. സമൂഹത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാവുന്ന ഒരു മാധ്യമത്തിൽ ഇത്തരം ചില പ്രോത്സാഹനങ്ങൾ ഉണ്ടാകുന്നത് അത് ഇതുകൊണ്ട് മാത്രമാണ് എന്ന അഭിപ്രായമില്ല. ഒരു പരിധിവരെയെങ്കിലും ഒരു പ്രോത്സാഹനമാകുന്നില്ലേ ഇത്തരം സിനിമകൾ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പുച്ഛത്തോടെ തള്ളിക്കളയുക. കാരണം മലയാളത്തിലെ ഇപ്പോഴുള്ള മുഴുവൻ നിർമ്മാതാക്കളെ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അറിയാം. ഇവരെന്തുദ്ദേശിച്ചാണ് പറയുന്നത് എനിക്കറിയില്ല. എല്ലാവരും സാധാരണക്കാരും മാന്യന്മാരുമാണ്. ഇവിടെ ഒരു മാഫിയ ഒന്നുമില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു നടി വാഹനത്തിൽ വരുന്നു, ആരോ ഒരാൾ രചിച്ച് തിരക്കഥയനുസരിച്ച് ഒരു ഹോംവർക്ക് നടക്കുന്നു. അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ അതോ മറ്റുള്ള പ്രേരണ പ്രകാരമാണ് തട്ടിക്കൊണ്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാ വണ്ടി മാറി കയറുന്നു, അവരുടെ ക്യാമറയിലൊക്കെ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നു, മോശപ്പെട്ട രംഗങ്ങൾ എടുക്കുന്നു, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി തന്ത്രത്തോട് ചെയ്യുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. അതിന് വരെ മലയാള സിനിമയെ മൊത്തം കുഴപ്പക്കാരാ നിർമ്മിക്കുന്നവര്, അഭിനയിക്ക് എല്ലാം കുഴപ്പക്കാരാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് സിനിമയ്ക്കകത്തുള്ള ആൾക്കാർ, ഞങ്ങളുടെ സംഘടന നിർമ്മാതാക്കളും വിതരണക്കാരെയും ചേംബറിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും. ഓരോ മെമ്പർമാരും എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഈ പറയുന്നതൊക്കെ ചുമ്മാതാണ്. ഇവർ ഒരാളുടെ പേര് പറ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കെ പി ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ലിസ്റ്റ് കൊടുക്കും, പേര് പറയുന്നു, രഹസ്യമായി പറയട്ടെ. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കട്ടെ. ഇവിടെ അങ്ങനെ ആരുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. ഇത് വെറുതെ എന്താ റിയൽ മാഫിയ, മറ്റേ റിയൽ എസ്റ്റേറ്റ് മാഫിയ, മറ്റേ മാഫിയ അതൊക്കെ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നു. ശ്രീ സജി നന്ദ്യാട്ട്, ശരി, അത് നമുക്ക് വിടാം, അദ്ദേഹം പേര് പറയട്ടെ. പക്ഷേ ഞാൻ ചോദിച്ചത് ഇന്നിറങ്ങുന്ന ശ്രീ സജി നന്ദ്യാട്ട് ഒരു കാര്യം, ഇന്നിറങ്ങുന്ന സിനിമകളിലെ പ്രമേയത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ ഡോക്ടർ ബിജുവും സംസാരിച്ച ആ രീതിയിൽ തന്നെയാണ്. ഇതുവരെ ഉണ്ടാകാതിരുന്ന ഒരു ജാഗ്രത, ഇന്നത്തെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളടക്കം അഭിനയിക്കുന്ന, ജനങ്ങളുടെ കയ്യടി നേടി എന്ന് പറയുന്ന പല സിനിമകളും അവതരിപ്പിക്കുന്ന പ്രമേയം ഈ രീതിയിലുള്ളതാണ്. അത് ഒരു പരിധിവരെയെങ്കിലും ചില ആളുകൾക്കെങ്കിലും ഒരു പ്രോത്സാഹനമായി മാറുന്നില്ലേ എന്നുള്ള ഒരു ആത്മവിമർശനം നിങ്ങളടക്കമുള്ള ആളുകൾ നടത്തേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. സിനിമയുടെ ചരിത്രം മൊത്തം, സിനിമ തുടക്കം മുതൽ ശാപം നേടിയൊരു സാധനമല്ലേ. വെട്ടത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന പ്രതിഭാസമാണ് സിനിമ എന്ന 3 അക്ഷരം. ഈ സിനിമ ലോകത്തിലെ ആദ്യത്തെ മുഴുവൻ സിനിമ ഏതാണ്? ദ സ്റ്റോറി ഓഫ് ഗല്ലി ഗാങ്. ആ സിനിമ ലണ്ടനിൽ വിലക്കിയില്ലേ? പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എടുത്തു നോക്കി, നമ്മുടെ ദാദേ ഫാൽക്കെയുടെ ചരിത്രം എടുത്തു നോക്കി, മലയാളത്തിലെ ബാലനും വിഗതകുമാരനും ചരിത്രം എടുത്തു നോക്കി. സിനിമയ്ക്ക് തുടക്കം മുതലൊരു ശാപം ഇതിന്റെ കൂടെ നിഴല് പോലെ ഇതിനെ പിന്തുടരുന്നുള്ളത് സത്യമാണ്. ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമയിലെ പ്രശ്നങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ എന്താണ് കാരണം എന്നറിയാമോ?
സിനിമ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഇതൊരു വെള്ളി വെളിച്ചത്തിൻ്റെ മേഖലയായതുകൊണ്ട് ഇതിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നു. ഇതുപോലെ എത്ര സംഭവങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് ശ്രദ്ധിക്കപ്പെടത്തില്ല. ഇതൊരു കോസ്മാറ്റിക് എന്താ പറഞ്ഞത്, ഒരു വർണ്ണ പ്രപഞ്ചത്തിന്റെ നിൽക്കുന്നത് കൊണ്ട് നിസ്സാര സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് കാണിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. ഞാൻ സിനിമയിൽ വന്നത്, ഞാനൊരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നടന്നയാളാണ്. ഞാൻ സിനിമയെക്കുറിച്ച് എൻ്റെ ധാരണ ഇതൊക്കെയായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് 2003 മുതൽ. പക്ഷേ ഈ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞതൊന്നുമല്ല സിനിമ എന്ന് പറയുന്നത് നിർമ്മാതാക്കളും വിതരണക്കാരെയും ചേംബറിലെ മുഴുവൻ മെമ്പേഴ്സിനും എനിക്കറിയാം. ഞങ്ങളൊക്കെ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സിനിമയിലെ മുഴുവൻ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഈ നടിക്കുണ്ടായ സംഭവം. അത് അന്വേഷിക്കപ്പെടുമ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യും. അത് ആരാ ഉണ്ടാക്കിയത്, എവിടെയാണ്? എല്ലാവരും ഏത് മേഖലയിലാണ് ക്രിമിനലിസം ഇല്ലാത്തത്? നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ ക്രിമിനലിസം ഇല്ലേ? സിനിമയിൽ മാത്രം വരുന്നതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. ഡോക്ടർ ബിജു, അതാണോ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്? എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമയിലും ഉണ്ടാകുന്നു. അതിനെ പർവ്വതീകരിക്കുകയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇവിടെ ഒരു മാറ്റം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു മാറ്റം അത്ര എളുപ്പത്തിൽ സാധ്യമാണോ? എനിക്ക് ശ്രീ സജി നന്ദിയായിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് എൻ്റെ ഓഡിയോയുടെ ഫീഡ്ബാക്ക് എന്തോ തരാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കത് അദ്ദേഹം പറയുന്ന ഒന്നും തന്നെ കേൾക്കുന്നില്ല. എങ്കിലും ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, പർവ്വതീകരിക്കുന്നു എല്ലാ ഏരിയകളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ പറയും മറ്റെല്ലാ മേഖലകളിലും ഉണ്ടല്ലോ രാഷ്ട്രീയത്തെ കാര്യം മാത്രം ഇതിൽ പർവ്വതീകരിക്കുന്നു. സിനിമയെ പറ്റി പറയുമ്പോഴും അങ്ങനെ പറയും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ അതല്ല വേണ്ടത്. നമ്മൾ ഓരോ ഏരിയകളിലും ഓരോ ഇടങ്ങളിലും അതാത് തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പറ്റുള്ളൂ. സിനിമയെ പറ്റി പറയുമ്പോൾ സിനിമയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളത് നേരിടാൻ തയ്യാറാവണം. അതുപോലെ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ രാഷ്ട്രീയത്തിലുള്ള കാരണങ്ങൾ നേരിടാൻ തയ്യാറാവണം. അങ്ങനെ ഒരു പർവ്വതീകരണം എന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു കാര്യം എടുത്തു നോക്കിയാൽ GP രാമേന്ദ്രനെ പോലെ വളരെ പ്രശസ്തനായ ഒരു നിരൂപകൻ, അദ്ദേഹം ഒരു താരത്തിൻ്റെ ഒരു സിനിമയെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ ടെലഫോണിലൊക്കെ അശ്ലീല പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ അപർണ എന്ന് പറയുന്ന ഒരു നിരൂപകയായ ഒരു സ്ത്രീ ഒരു സിനിമയെപ്പറ്റി അഭിപ്രായം എഴുതുമ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള വളരെ അസാംസ്കാരികമായ പദപ്രയോഗങ്ങൾ, വളരെ അശ്ലീലമായ പദപ്രയോഗങ്ങൾ, അപ്പോൾ ഇതൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സാഹിത്യത്തിൽ ഒരു കൃതിയെ വിമർശിച്ചാൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. മറ്റേതെങ്കിലും ഒരു കലാരൂപത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു ദിവസം നമുക്കൊരു തിയേറ്ററിൽ പോയിട്ട് ഫാമിലിക്കൊരു സിനിമ കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തണം. ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ വളരെ, നമുക്ക് എല്ലാവരെയും എല്ലാ നടന്മാരെയും നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അത് ആരാധന ഒരുപക്ഷെ വളരെ വല്ലാത്ത ഒരു ക്രിമിനലിസത്തിൻ്റെ രൂപത്തിലൊക്കെ തിയേറ്ററുകൾക്ക് മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പർവ്വതീകരിക്കുകയല്ല, ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, അത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിമർശനപരമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്കിതെല്ലാം പർവ്വതീകരിക്കുകയാണ് എന്ന് പറഞ്ഞൊഴിയാൻ വളരെ എളുപ്പമാണ്. അതെല്ലാ മേഖലയിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെയല്ല വേണ്ടത്. നമ്മുടേതായ ഓരോരോ മേഖലകളിലും അതാത് മേഖലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വളരെ അസാംസ്കാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വളരെ ക്രിമിനൽ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് വളരെ ചുരുക്കമാണെങ്കിൽ പോലും അതിനെ ഫലപ്രദമായി തടയുവാനും അത് ആവർത്തിക്കാതിരിക്കാനുമുള്ള ഒരു ചർച്ചകളിലേക്കാണ് നമ്മൾ ഒരു വ്യക്തമാണ്. ഡോക്ടർ ബിജു, ശ്രീ സജി നന്ദിയാട്ട്, കൊച്ചിയിൽ നടിക്ക് നേരെ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് വ്യാഖ്യാനങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുണ്ടാകുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഒരു സിനിമയിൽ അഭിനയിച്ച വാർത്ത കേരളം ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. സുരേഷ് കുമാർ ഒരുപക്ഷെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് ഇപ്പോൾ വെളിപ്പെടുത്തി വരുന്നു. കൂടുതൽ ആളുകൾ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു, അതും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവരാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഭാവിയിൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന കാര്യത്തിലാണ് ഒരു ജാഗ്രത വേണ്ടത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരം ജാഗ്രത ഇനി ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക? തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ, ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ഡോക്ടർ ബിജുവിനെ വളരെ ബഹുമാനിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു നല്ല ഡയറക്ടറാണ്. അദ്ദേഹം തൊടുന്നതൊക്കെ പൊന്നാക്കുന്നയാളാണ്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർമാരെല്ലാവരും അത്യാവശ്യം പരിചയമുള്ളതാണ്. അദ്ദേഹം ഈ മാഫിയ ഇങ്ങനെയുള്ള ബന്ധമുള്ള ഒരു പ്രൊഡ്യൂസറുടെ പേര് പറയട്ടെ. നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. സിനിമാ നിർമ്മാതാക്കളല്ല പാവങ്ങൾ, ഇപ്പോഴത്തെ ആൾക്കാരെ എല്ലാം അറിയാമല്ലോ. വെറുതെ എന്തിനാകില്ല. ഇപ്പോൾ ബിജുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ളത്. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ്, ഞാനും സ്റ്റേറ്റ് അവാർഡ് നേടിയ പ്രൊഡ്യൂസറാണ്, നിർമ്മാതാവാണ് 2003. അതല്ല ഞാനിവിടെ പറഞ്ഞതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ വെറുതെ ഒരാളെ കുറ്റക്കാരല്ലാതെ വരുമ്പോൾ കുറ്റക്കാരാക്കുക, വെറുതെ ചാനലിൽ വന്നിരുന്നിട്ട് ചാനലുകാരുടെ അഭിരുചി അനുസരിച്ച് അവർ പറയുന്ന ഉത്തരം പറയുക, അതല്ലല്ലോ നമ്മുടെ രീതി. പിന്നെ സിനിമയിൽ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട്. അത് ഫെഫ്കയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 4-5 വർഷം മുമ്പുള്ള ചർച്ചയിൽ ഫെഫ്കയോട് പറഞ്ഞു ഇതുവരെ ഞങ്ങൾ അംഗീകരിക്കില്ല.
അത് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നടന്ന വേതന വർദ്ധന ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ഡ്രൈവേഴ്സിനെ അംഗീകരിക്കില്ല, നിയന്ത്രിക്കാൻ പാടാം. എല്ലാ ഡ്രൈവർമാരും മോശക്കാരല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞങ്ങളൊക്കെ സഹകരിച്ച് പോകുന്ന എത്രയോ പേരുണ്ട്. ഈ ഡ്രൈവേഴ്സിനെ വിശ്വസിച്ചാൽ നടികളെയും നടന്മാരെയും ഒക്കെ രാത്രി വീട്ടിലേക്ക് വിടുന്നത് ഷൂട്ടിംഗ് സമയത്ത് പോലും. എനിക്ക് പോലും ഒരു അനുഭവമുണ്ട്. ഒരു നടിയെ എൻ്റെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഈ നടിയെ തൃശ്ശൂർ വിടുകയാണ്. നടിയുടെ പേര് കാർത്തികയെന്നാണ്. വിട്ടു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഒരു ലോക്കൽ ഡ്രൈവറായിരുന്നു. എൻ്റെ വാഹനം എനിക്ക് 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് കിട്ടിയത്. ശ്രീ കുഞ്ചാക്കോ ബോബൻ എന്നെ വിളിച്ച് പറയുകയാണ് എൻ്റെ വാഹനം ആലപ്പുഴയിൽ കൂടെ പോകുന്നത്. 3 ദിവസം കഴിഞ്ഞ് എൻ്റെ വാഹനം എനിക്ക് ഷൂട്ടിംഗ് തീർന്ന് പാക്കപ്പായി കഴിഞ്ഞിട്ട്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവമൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാവരുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ പള്ളിയിലച്ചന്മാരെ എല്ലാം വിളിച്ച് കൂട്ടി സിനിമ നിർമ്മിക്കാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാവരും വ്യത്യസ്ത സാഹചര്യത്തിൽ വരുന്നവരല്ലേ. അതിനകത്ത് ഇനിയും പോലും ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് ഓരോ ഡ്രൈവേഴ്സിനെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറയും, ഡ്രൈവർമാർ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ മാറ്റി നിർത്തണം. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ക്ഷമിക്കുക ശ്രീ സജി. ഡോക്ടർ ബിജു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും ഇത് ഒരു മുന്നറിയിപ്പാണ്, ഈ ഉണ്ടായ സംഭവം എന്നത് മുൻനിർത്തിക്കൊണ്ട് വരും കാലത്ത് ഏത് രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്കായിരിക്കണം മലയാള സിനിമാ മേഖല മുൻകൈ എടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാനൊരിക്കലും ഇവിടെ നിർമ്മാതാക്കൾക്കാർക്കെങ്കിലും ക്രിമിനൽ ബന്ധമുണ്ടെന്ന് ഞാൻ ഈ ചർച്ചയിൽ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സിനിമാ മേഖലയിൽ പലപ്പോഴും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ കടന്നു വരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ എനിക്ക് പരിചയമുള്ള എത്രയോ നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം ശരിയല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ സെറ്റ് എന്ന് പറയുന്നത് ഒട്ടേറെ ആളുകൾ ക്രിമിനൽ സ്വഭാവം പലപ്പോഴും കടന്നു വരാറുണ്ട്. ഒരു പരാതി അങ്ങനെയുള്ളവരെ തന്നാൽ ഞങ്ങൾ പരിശോധിക്കാം. തീർച്ചയായും അദ്ദേഹം പറയട്ടെ. ശ്രീ സജി, തീർച്ചയായും ഡോക്ടർ ബിജു, നമുക്ക് ഞാൻ അങ്ങനെ നിർമ്മാതാക്കളെ അല്ല ഒരിക്കലും പറഞ്ഞിട്ടുള്ളത് ശ്രീ സജി നന്ദിയാട്ടൻ. ഞാൻ പറഞ്ഞത് സിനിമയിൽ ഞാൻ ഒരു ഉദാഹരണം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, താങ്കൾ ശ്രദ്ധിച്ചെന്നറിയില്ല. ഒരു പക്ഷേ ഈ ഫാൻസിൻ്റെ താരങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അശ്ലീലങ്ങൾ പറയുക, അവർക്കെതിരെ എന്ത് നടപടി എടുക്കാൻ സാധിക്കും? റൈറ്റ്. എന്തായാലും ശ്രീ സജി നന്ദിയാട്ടൻ അതിന് കൃത്യമായ മറുപടി ഉണ്ടാകും. പക്ഷേ എൻ്റെ സമയം അനുവദിക്കുന്നില്ല. വളരെ നന്ദി ഡോക്ടർ ബിജു സജി നന്ദിയാട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ഒരു പൊളിച്ചെഴുത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരം മാഫിയ ബന്ധങ്ങളുണ്ടെങ്കിൽ അതിന് തെളിവ് എവിടെയെന്നാണ് സജി നന്ദിയാട്ടിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നത്. തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ MLA പറയുന്നത്. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടി. ഇതോടെ ഇന്നത്തെ ഡിഫോക്കസ് സമാപിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഷോമോളുമായി അഞ്ജിത അശോക് ചേരും. നമസ്കാരം.